ഹലോ. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. എന്തേ ഒന്ന് ഫോൺ എടുത്ത് ഏ, ഏ എന്തേ? ഇതുവരെ ഫോൺ എടുക്കണതില്ലല്ലോ. ഞാൻ ചെലപ്പോ കാണലില്ല, അതാണ്. എന്ത് കാണില്ലാന്ന്? എന്ത് ഷെഫീക്ക് എന്താണ് എന്റെ ഉദ്ദേശം എന്താണ്? ഒന്ന് എന്തപ്പോ പറഞ്ഞു. എന്തപ്പോ ഞാൻ പറയാ എന്നോട്? എന്ത് പറയുന്ന എന്താണ്? ഞാൻ എന്റെ കുറി വെച്ച കാശല്ലേ, ആ കുറിന്റെ അടിച്ചിട്ട് നീ ആ പൈസ ഇട്ടാണ്ട് പോവല്ലേ നീ? ഞാനിവിടെ ആരോട് സമാധാനം പറയുന്നുണ്ട്? ഞാൻ എടാ ഉണ്ടിക്ക് എടുത്തിട്ടും ഇതൊക്കെ ആയിട്ടാണ് ഈ പൈസ ഇതാക്കിയത്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഞാൻ അവരോട് എന്താ പറയണ്ടത്? എനിക്ക് കിട്ടണ എന്റെ വീട്ടിലേക്ക് പൈസ അയക്കണ്ടേ? എടാ എന്റെ നീ അവസ്ഥ എനക്ക് അറിയില്ലേ? എന്താ അവസ്ഥ അറിയണെന്ന്? എന്താ അവസ്ഥ അറിയണേ? ഞാൻ അവിടെ ജോലി നഷ്ടപ്പെട്ട്, പിന്നെ വിസയും ക്യാൻസലായി, പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് എന്താ കാര്യം? ജോലി നഷ്ടപ്പെട്ട എന്റെ കുഴപ്പമുണ്ടല്ലേ? ഒരാളെ കുഴപ്പമുണ്ടാണ്? ജോലി നഷ്ടപ്പെട്ടത് എന്റെ കാരണമാണ്, അല്ല എന്റെ കാരണ. എന്ത് അപ്പൊ ഞാൻ കാരണം? അവിടെ കച്ചവടവും ഇല്ല, കാര്യങ്ങളും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് എന്താന്നാണ് അവരും ചോദിക്കുന്നത്. എന്താ എനിക്ക് ഡിപ്രഷൻ 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 എന്നാണ് ഞാൻ അറിഞ്ഞ്. വെറുതെ എനിക്ക് ഭാര്യനും കുട്ടിയെ കാണാൻ നല്ല ലെവലില് ഇയാള് പോവല്ലേ ഇത് അന്റെ ആണ്. ഡിപ്രഷന്? ഇപ്പൊ എന്തായി? ഈ പത് അതൊന്നും പറയാനല്ല ഇപ്പൊ ഞാൻ വിളിച്ചില്ല തന്നെ. എന്റെ കാശ് എപ്പോഴാ തരിക? അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് ആൾക്കാരോട് വരും. എന്റെ വീട്ടിലേക്ക് ഞാൻ നാട്ടിലേക്ക് വിളിച്ച് പറയാത്ത എന്താണെന്നറിയോ? എന്റെ നാട്ടിൽ ഒരു ബന്ധം നമ്മളുണ്ട്, അത് ഈ ആയിട്ട് കളഞ്ഞു പിടിക്കരുത്. എനിക്ക് 2-3 ദിവസത്തിനുള്ളിൽ എന്റെ ഫണ്ട് കിട്ടിയേ പറ്റൂ. 2 ദിവസം മാക്സിമം ശ്രമിക്കും. 3ന്റെ അന്ന് ഇല്ലെങ്കിൽ അവിടെ ആൾക്കാർ എന്റെ വീട്ടിൽ വന്നിരിക്കും. മനസ്സിലായില്ലേ? ഇത് നീ ആൾക്ക് ആള് ഇങ്ങോട്ടൊന്നും പറയണ്ടുള്ളൂ, ആ ഇങ്ങോട്ടൊന്നും പറയണ്ട. അല്ല, ഒന്നും പറയാതെ ഇപ്പൊ എങ്ങനെയാണ് ആൾക്കാർ വന്നിട്ട് എന്താ കാര്യം? എന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിലല്ലേ തരിക. ഈ ഇത് മേടിക്കുമ്പോ എങ്ങനെയാ നിനക്ക്? എടാ അത് കുറി വിളിച്ച ഈ പൈസ അല്ലേ? ഞാൻ ഈ കുറി പൈസ ഊറി വെച്ചതല്ല ഇപ്പൊ അനക്ക് അടിച്ചിട്ടില്ലേ? എന്നിട്ട് പൈസ കൊണ്ടുപോയി. കിട്ടി. അത് എനിക്ക് വിചാരിച്ച പോലെ തരാൻ പറ്റണ്ടേ? നമ്മളെല്ലാരും മനുഷ്യന്മാരുടെ അവസ്ഥയല്ലേ? ഈ ഒന്ന് മനസ്സിലാക്ക്, ക്ഷമിക്ക്. ഏടോ ഞാനൊരു മനുഷ്യനാണ്, എന്റെ മനസ്സിലാക്കാത്തത്. ഞാനും ചോര നീരൊക്കെയുള്ള മനുഷ്യനാണ്. ഈ കടം ഞാൻ മേടിച്ചാൽ എന്ത് പറയും? എന്താ ഞാൻ പറയേണ്ടത്? ഞാൻ ഇപ്പൊ എന്താ എന്നോട് പറയാ? ഷെഫീക്ക് എനിക്ക് 2 ദിവസം സമയം തരാം. 2 ദിവസം 2 ദിവസം 2 ദിവസം കൊണ്ട് അതിനുള്ളിൽ എനിക്ക് എന്റെ ഫണ്ട് കൂട്ടിയാ കിട്ടണം. പറ്റില്ല. 2 ദിവസം കൊണ്ട് പറ്റണം. എന്ത് ഈ പറയണ? ഞാൻ പറ്റണം. മരിക്കുക നല്ല കേട്ടാ, ഞാൻ തൂങ്ങിച്ചാവുക എന്നാ നല്ലേ. പിന്നെ അതല്ലേ എന്നാ ഞാൻ എന്താണ് കൊടുത്തു ഈ ഒരു വിട്ടുള്ളൂ. മനുഷ്യന്മാരോട്, ഒരു മനുഷ്യന്മാരുടെ അവസ്ഥ കണ്ട് സംസാരിക്കാത്തത്? എന്താ അവസ്ഥ കണ്ടു സംസാരിക്കുന്നത്? അപ്പൊ എന്റെ അവസ്ഥ എടാ ആരോടാ എന്റെ അടുത്ത് പറയണ്ടത്? പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും എന്റെ ആൾക്കാരെ അവസ്ഥ ഞാൻ പറ്റിച്ചിട്ടുണ്ടാ? ആരോടാ പറയണ്ടത്? എന്റെ അവസ്ഥ ആരോടാ പറയണ്ടത്? എനിക്കൊരു ഇതൊന്ന് ജോലിക്ക് മനസ്സിലാക്കുക. പോകാൻ ഞാൻ പറ്റും. ആരേനെങ്കിലും മുമ്പ് പറ്റിച്ചായിട്ട് ഈ കേട്ടിട്ടുണ്ടാ? ഈ പൈ ഫുള്ള് പറ്റിക്കലാണല്ലോ. എവിടെ ഈ പൈസ ഫുള്ള് പറ്റിക്കലല്ലേ? ഇല്ലാഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ആൾക്കാർ ചോദിക്കണത്. ഇപ്പൊ ഞാൻ അവിടുന്ന് ഇവിടുന്ന് കുറേശ്ശെ കടം അതെ. വാങ്ങിയിട്ടുണ്ട്. ഇക്ക ഇപ്പൊ ഇക്ക എന്റെ വേദന ഈ വീടിന്റെ ലോൺ എന്നെ തീർന്നിട്ടില്ല അതുവരെ. ഇക്ക എന്റെ വേദന കേൾക്കേണ്ട ആവശ്യമല്ല ഷെഫീക്ക. ഞാൻ 2 ദിവസം തരും. 2 ദിവസത്തിനുള്ളിൽ പൈസ ഇട്ടില്ലെങ്കിൽ എന്റെ വീട്ടിലെ ആൾക്കാർ വരും. മനസ്സിലായില്ലേ? ഞാൻ എനിക്ക് മറ്റേ ഇതിനല്ല പൈസ തന്നിട്ടുണ്ട്. എന്റെ പൈസ മര്യാദക്ക് തന്നേ. നാണുണ്ടോ പൈസന് പന്നി? എനിക്ക് നാണുണ്ടോ? എനിക്ക് നാണുണ്ടോ? പിന്നെ എന്റെ പൈസ മേടിച്ചിട്ട് ഇങ്ങനെ ഫോൺ എടുക്കാണ്ടിരിക്കുക. നാണുണ്ടോ എനിക്ക്? ആളെ പന്നി. എടാ ഈ ഇങ്ങനെയൊന്നും പറയല്ലേ, നമ്മൾ അങ്ങനെ കഴിഞ്ഞല്ലേ. ഈ ഫോണിന്റെ പ്രഷറാക്കണിടാ, എന്റെ പ്രഷർ എടുക്കണ്ടാവും. എന്റെ പൈസ മര്യാദക്ക് തന്നേ. എടാ ഞാൻ തരില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ തരാം. എന്റെ അടുത്ത് ഉള്ളപ്പോ ഞാൻ അന്റെ എനിക്ക് വേറെ ഒന്നും പഠിച്ചിട്ടില്ലേ? ഇത് മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ? ഉള്ള പോലെ ഞാൻ തരാ. ഞാൻ തരില്ലാന്ന് പറഞ്ഞില്ലല്ലോ. അതിന് നമ്മള് തമ്മിലുള്ള സൗഹൃദം ഇല്ലാണ്ട് എന്തിനാണ്? എത്ര കാലഘടക്കി തരാൻ പറഞ്ഞു? കൊള്ള പന്നി തോരി തോന്നി നാണം മാനോട്ടാ. എന്താ ഇപ്പൊ മനസ്സിലായി? എന്താ പടച്ചോനെ ഞാൻ ചെയ്യണ്ട? ഇക്ക ഇക്കോ നോക്കിയാലോ? നമുക്കെന്നെ മാളുമ്മാന്റെ പേരക്കുട്ടിനെ കാണാൻ പോയാലോ വൈകുന്നേരം? അങ്ങനെ വീട്ടിൽ കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കേണ്ടത് തന്നെ ഇഷ്ടമുള്ളൂ. നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല.
എല്ലാവർക്കും കൂടെ പോവാ. അല്ലാതെ വേണ്ട. ഉം. ഈ പോയിട്ട് വാ. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോവാ? ഈയും കുട്ടിയും കൂടി പോയിക്കോ. അവരൊക്കെ നിങ്ങളെ ചോദിക്കൂലേ, നിങ്ങൾ ഗൾഫിൽ നിന്നിട്ട് വന്നിട്ട് ഞാൻ പിന്നെ വന്നു പോവാം. എന്താ ഒരു ടെൻഷൻ? ടെൻഷനൊന്നുമില്ല, ഞങ്ങൾ പോയിട്ട് വരെ. ഓട്ടോ വിളിച്ചോ, ഷംസുവിന്റെ ഓട്ടോ വിളിച്ചിട്ട് പോയാൽ മതി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. എന്താ മുഖക്ക് ഒരു ജാതി പോലെ? ഒന്നുമില്ല ഒന്നുമില്ല. ഒരു കുഴപ്പമില്ലല്ലോ. ചായ എന്തെങ്കിലും വേണം? ഒന്നും വേണ്ട, ഞാൻ വെറുതെ കുറച്ചു നേരം ഇവിടെ കിടന്നതാ. ഇനി ചെക്കൻ എന്താ ഇവിടെ കിടക്കണ്? ഇന്നാ റെഡി ആവാൻ നോക്കിക്കോ, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പോവാം. എന്നാ ഓനെ വിളിക്കേ, എന്നിട്ട് ഓനെ ഡ്രസ് മാറ്റിക്കേ. ഇപ്പൊ തന്നെ ചായ പോകണം. എന്തെങ്കിലും വേണോ? വേണ്ട, ഇപ്പൊ തന്നെ പോണില്ലല്ലോ. ഇല്ല, കുറച്ചേരം കഴിഞ്ഞിട്ട് പോണുള്ളൂ. അതിനെങ്ങനെ ഓന് ഇരിക്കണ്ടേ? ആണീറ്റോളൂ. കുറെ ദിവസമായി നിന്നെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. ഒരു മര്യാദ വേണ്ടടാ. കായണ്ട് വാങ്ങിയിട്ട് നാക്കി തിന്നിട്ട് ഭാര്യനെയും കുട്ടിനെയും പോയിട്ട് സുഖമായിട്ട് നാട്ടിൽ പോയി ജീവിക്കുക അല്ലെ? ഞങ്ങളിവിടെ കുറച്ച് അങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുക. അത് നാണണ്ടാ. ഒരു തരി നാണം വരണ്ട. എങ്ങനെ എനിക്ക് ചോറ് തിന്നണ ഈ പച്ച തീട്ടം പോലെ നാക്കണ്ടുള്ള ഈ ഇതേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇത് ലാസ്റ്റ് പേടിയാണ് ഞാൻ. എന്റെ ഈ ഫോൺ എടുക്കില്ല, അതിന്റെ പേരിൽ പറയാം. എനിക്ക് മറ്റന്നാള് കാശ് കിട്ടില്ലെങ്കിൽ എന്റെ വീട്ടില് മോനെ എന്റെ അളിയന്മാരും ജഗ്മാരോടെ വരും. ആ കാശ് മര്യാദക്ക് അവര് കയ്യിൽ കൊടുത്തോ ട്ടാ. കേട്ടടാ, ഞാനൊരു ഒരു സംസാരം വലിയൊരു വർത്താനമല്ല. ഞാൻ ഇതുവരെ ക്ഷമിച്ച എന്താ അറിയോ, ഒരു റൂമിൽ താമസിച്ച ആൾക്കാരുടെ ഇല്ല. അതണ്ട് മറക്കാണ് ഞാനിപ്പോ. അത് നല്ലൊരു പെണ്ണുങ്ങളാണല്ലോ. ആർക്കെങ്കിലും കൊടുത്തിട്ട് കാശുണ്ട് കേൾക്കണോണ്ടാ ട്ടാ. ഇവിടെ ഇനി ഇതിന്റെ അപ്പുറം ഞാൻ സംസാരിക്കും. എന്റെ കാശൊക്കെ മറ്റന്നാൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ തരാൻ നിനക്കിട്ടാ. നാട്ടിലേക്ക് വരാൻ പറ്റുന്ന സിറ്റുവേഷനാ. അല്ലെങ്കിൽ വന്നിട്ട് എന്റെ കൈയും കാര്യം മുറിച്ചായിരുന്നു നാറി. അത് നല്ലൊരു പെണ്ണുങ്ങളാണ്. ആർക്കെങ്കിലും കൂടുതൽ കാശ് കൊണ്ടാ. ഇവിടെ ഇതിന്റെ അപ്പുറം അത് നല്ലൊരു പെണ്ണുങ്ങളാണ്. ആർക്കെങ്കിലും കൂടുതൽ കാശ് കൊണ്ടാ. അത് നല്ലൊരു പെണ്ണുങ്ങളാണ്. ആർക്കെങ്കിലും കൂടുതൽ കാശ് കൊണ്ടാ.
ഇറങ്ങിക്ക. ഇതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? എനിക്ക് വയ്യന്റെ റബ്ബേ. എന്തിനാ നിങ്ങൾ ഈ കടും കൈ ചെയ്യണേ ഞങ്ങളോട്? ഞങ്ങൾ എന്തിനാ നിങ്ങളെങ്കിലും ചോദിക്കണത്? എന്തിനങ്ങനൊക്കെ ചെയ്യണേ? ഞങ്ങളെന്തിനാ വിട്ടു പോണേ? ഞങ്ങളിപ്പോ കണ്ടില്ലെങ്കിൽ അവസ്ഥ എന്താ? എന്തുണ്ടായത്? ഇങ്ങക്ക് എന്തിനു പറ്റിയത്? ഇക്ക എനിക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നത്? നമ്മളെ കുഞ്ഞിനങ്ങള് കണ്ടില്ലേ? ഇതിനെ കണ്ടിട്ട് എന്താ വേഗം റബ്ബേ. ഇവരോട് പറയണ്ട വിഷമോ. ഒരു മിനിറ്റ് നേരം വൈകിരുന്നെങ്കിൽ അവസ്ഥ റബ്ബേ. കരയല്ലേ 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 കരയല്ലേ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്ത്? പറയ് ഒന്നുമില്ല. മോനെ അത് പോ. അവിടെ പോയിക്കോ. എന്നുണ്ടായി? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോയത്? നിങ്ങൾ എങ്ങനെ എന്റെ മോനെ മറന്നത്? ഞങ്ങൾ എങ്ങനെ മറന്നത്? പറയ്. ഞാന് പോകുമ്പോ ചിരിച്ചു കളിച്ചിരുന്നിരുന്നു നിങ്ങക്ക്. എന്റെ റബ്ബേ. സോറി. എന്ത് സോറി? ഞാൻ പെട്ടെന്ന് അങ്ങനെ തോന്നി. ഞാൻ ഞാൻ എന്നോട് പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം? വേറെ ഒന്നുമില്ല, പൈസയുടെ വിഷയം, സാമ്പത്തിക പ്രശ്നം തന്നെ. ഞാൻ അവിടുന്ന് വിസയൊക്കെ ക്യാൻസൽ ആയിട്ടാണ് പോന്നിട്ടുള്ളത്. ഞാൻ സാവകാശം എന്നോട് പറയാന്നാ കരുതി. പിന്നെ ജോലിയില്ല, കുറെ കടവും വാങ്ങിയിട്ടുണ്ടാവും. കൊറേന്ന് പറഞ്ഞാൽ കുറച്ചധികം ഉണ്ട്. എത്ര? ഞാൻ അവിടുന്ന് പണിയൊക്കെ പോയപ്പോ പിന്നെ കുറെ ഒരു 3-4 മാസത്തോളം പണി ഇല്ലാണ്ട് അവിടെ നിന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങക്ക് പൈസ അയച്ചു തന്നിരുന്നതൊക്കെ ലോണും ഒക്കെ കടം വാങ്ങിയിട്ടായിരുന്നു. അതിലൊരു കുറി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കുറിയുടെ പൈസ കൊടുത്തില്ല, ഇപ്പൊ കൊടുക്കണമില്ല. എൻ്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടാ ഞാൻ കൊടുക്കാത്തത്. അപ്പൊ ഇന്നലെ ഷാജി വിളിച്ചിട്ട് കുറെ തെറി പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും അത്ര സ്നേഹത്തിലൂടെ ജീവിച്ചിരുന്ന പൈസയുടെ കാര്യം വന്നപ്പോ തെറി വിളി. പോട്ടെ, എന്നെ തെറി വിളിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. അതിനൊരു പ്രശ്നമില്ല, എന്നെ തെറി വിളിച്ചോട്ടെ, പൈസ കൊടുക്കാണ്ടായിട്ടാണ്. പക്ഷെ ഇന്നിപ്പോ ഒരു മെസ്സേജ് അയച്ചു, പൈസ ഇല്ലെങ്കിൽ ഭാര്യനെ കൂട്ടി കൊടുത്തിട്ട് പൈസ കൊടുക്ക. അതെനിക്ക് തീരെ, ഞാൻ എന്റെ കൂടെ പറപ്പിനെ പോലെ കണ്ടിട്ടുള്ള ആളാണ്. അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് സഹിച്ചില്ല. മാത്രല്ല, ഞാൻ ഈ പൈസയൊക്കെ എങ്ങനെ വീട്ടും? എവിടുന്ന് വീട്ടും? ഇതൊക്കെ എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വഴിയാതാരാവില്ലേ? കുട്ടിക്ക് പിന്നെ എന്താ ഉണ്ടാവുക? അതുകൊണ്ടൊന്നും തൽക്കാലങ്ങള് ഓൻക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്ക്. ഇതുകൊണ്ടൊന്നും തീരുന്നതല്ല. ഉള്ളത് തീർക്ക്. എന്താ ഉള്ളത് വെച്ചാ ഓൻക്ക് എല്ലാം കൊടുത്തു തീർക്ക്. പിന്നെ നിങ്ങളെ ബാക്കിയുള്ള കടങ്ങളല്ലേ ഈ വീട്, ഇത് വിറ്റിട്ട് നമുക്ക് കടം കിട്ടും. പക്ഷെ ഇവിടൊക്കെ ഇന്നിന്റെ മോനിങ്ങൾ ഒറ്റയ്ക്ക് പോണ കാര്യം ആലോചിക്കരുതിട്ടാ. ഈ വീട് ഞാൻ പലരോടും വിളിച്ചു പറയാം. ആരെങ്കിലൊക്കെ കിട്ടും. ഇത് വിറ്റ് നമുക്ക് ഇതിനേക്കാളും വലുത് മനസ്സമാധാന. നിങ്ങൾ ഇത്രയും കാലം നയിച്ചിട്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത് അല്ലേ? ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. തൽക്കാലം നമുക്ക് ഇവിടുന്ന് മാറിയിട്ട് ഒരു വാടകപ്പേരേക്ക് പോവാ. കടങ്ങളൊക്കെ ആദ്യം വീടട്ടെ. നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളിത് ചെയ്യാനും പാടില്ല. എനിക്കും എന്റെ കുട്ടിക്ക് ആരുമില്ലാതെ നിങ്ങൾക്ക് അറിയില്ല. നീ ചെയ്യോ? ഒന്ന് വാക്കുതാ. കരയണ്ട, കുട്ടിയും കൂടിയും കേട്ട വിഷമം.